ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നല്ല കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുന്തിരി എന്ന് പറയുന്നത് നല്ല ബ്ലാക്ക് കളറിലുള്ള കുറച്ച് നീളത്തിലുള്ള ഒരു മുന്തിരിയാണ്, ജ്യൂസ് മുന്തിരിയാണിത്. അപ്പോൾ ഈ ജ്യൂസ് മുന്തിരിക്ക് അധികം സീഡൊന്നും കാണില്ല, അപ്പോൾ ജ്യൂസ് അടിക്കാൻ എളുപ്പമാണ് ഇതുകൊണ്ട്. അപ്പോൾ ഈ ജ്യൂസ് മുന്തിരി വാങ്ങിക്കുമ്പോൾ നല്ല മധുരമുള്ള ജ്യൂസ് മുന്തിരി വാങ്ങിക്കുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്നത്. 1-2 ഗ്ലാസ് മുന്തിരി ജ്യൂസിന് ഇത്രയും മുന്തിരി മതി. 1 കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്തിരി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ഏകദേശം തിളച്ചു വരുന്നുണ്ട്. വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് മുന്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മുന്തിരിക്ക് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി മുന്തിരി നന്നായിട്ട് അതിൽ കടന്നിട്ടൊന്ന് തിളച്ചു വരണം. ഇപ്പോൾ ഏകദേശം തിളച്ചു വരുന്നുണ്ട്, സൈഡൊക്കെ പൊട്ടി വരുന്നുണ്ട് മുന്തിരിയുടെ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ മുന്തിരി പൊട്ടി വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ആ റെഡ് കളറായി വന്നത് കാണാം, നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിൽ അല്ലെങ്കിൽ ജ്യൂസറിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളവും മുന്തിരിയും കൂടെയാണ് ചേർത്താണ് അടിച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മുന്തിരി കൂടെ ചേർത്തിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചണ്ടി അതിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആ മുന്തിരി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജ്യൂസ് വേറെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി മുന്തിരി വെറുതെ അടിച്ചെടുക്കുന്നതിന് പകരം ഇങ്ങനെ തിളപ്പിച്ചിട്ടൊന്ന് അടിച്ചു നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്